നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ആയൂരിൽ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മാതാവിന് ഗുളിക നൽകിയതിനു ശേഷം ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ആത്മഹത്യ ചെയ്തു. ആയൂർ ഇളമാട് വടക്കേവിള രഞ്ജിത്ത് ഭവനിൽ 35 വയസ്സുള്ള രഞ്ജിത്താണ് മരിച്ചത്. രഞ്ജിത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. കാലിന്റെ ഉപ്പുറ്റി പഴുത്ത് പിന്നെ മാംസം കട്ട് ചെയ്ത് ചികിത്സയിലായിരുന്നു. ഷുഗർ കൂടുതലുണ്ടായിരുന്നു. മാനസികമായി രണ്ടുപേരും തള്ളയും മകനും ഒരു വല്ലാത്ത സ്ഥിതിയിൽ കഴിഞ്ഞു കൂടുമായിരുന്നു. രണ്ടുപേരും കൂടെ ഇന്ന് ഈ മരിച്ച രഞ്ജിത്തിന്റെ അമ്മയോട് ചോദിച്ചവൻ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഗുളിക കഴിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം തോർത്തിട്ട് മുറുക്കി എന്നെ കൊലപ്പെടുത്താൻ അവർ മോൻ്റെ കൂടെ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് തോർത്തിട്ട് മുറുക്കി ഇവർ ബോധം കെട്ട് വീണപ്പോൾ അവൻ വിചാരിച്ച് കാണും എന്ന് സംശയിക്കുകയാണ്. അമ്മ മരിച്ചുപോയി, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൻ റൂമിൽ കയറി തൂങ്ങി മരിക്കുന്നത്. 56 വയസ്സുള്ള അമ്മ സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്മയും മകനും കൂടി ഭക്ഷണം കഴിച്ചതിനു ശേഷം സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മരിക്കുവാനായി തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് അമ്മ കഴിക്കുവാനായി വെച്ചിരുന്ന ഷുഗറിന്റെ ഗുളികകൾ മകനും അമ്മയും കൂടി കഴിച്ചു. അമ്മയുടെ നിർദ്ദേശപ്രകാരം കഴുത്തിൽ ഷോളിട്ട് മുറുക്കുകയും ചെയ്തു. അമ്മ മരണപ്പെട്ടു എന്ന് വിചാരിച്ച മകൻ രഞ്ജിത്ത് മുറിയിലെ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ആയൂർ KSEBിയിലെ ജീവനക്കാരൻ പണം അടയ്ക്കാത്തതിനെ തുടർന്ന് ഫീസ് ഊരുവാനായി എത്തിയപ്പോഴാണ് വീട്ടിലെ മുറിക്കുള്ളിൽ നിന്ന് വെള്ളം വേണം എന്നുള്ള ശബ്ദം കേട്ടത്. തുടർന്ന് തൊട്ടടുത്തുള്ള വീട്ടിലെത്തി KSEB ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ അറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അബോധാവസ്ഥയിലായ അമ്മയെയും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട മകനെയും നാട്ടുകാർ കണ്ടത്. വീട്ടിലിരുന്നപ്പം KSEBിലെ ഉദ്യോഗസ്ഥൻ വീട്ടിന്റെ ബൈക്ക് കൊണ്ടുവച്ചിട്ട് വീട്ടിലോട്ട് കയറി വരികയും എൻ്റെ അടുത്ത് ചോദിച്ച് ആ വീട്ടിലാകെ താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സുജാത ഒരമ്മയും മോനോ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അവിടുത്തെ 210 രൂപ ഉണ്ട്, 210 രൂപ ബില്ലുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞ് പൈസ എന്ത് വേണമെന്ന് വെച്ചാൽ പുള്ളി ഈ പ്രാവശ്യം പിരിവിട്ടാൻ അടച്ചോളാം. ഞാൻ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കാല് മുറിച്ച് കിടക്കുകയാണ്, മോന് ജോലിയൊന്നുമില്ല, 6 മാസമായിട്ട് ജോലിയൊന്നുമില്ല. അപ്പം പുള്ളി എടുത്ത വല്ല പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ പുള്ളി അടച്ചോളാം, അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പുള്ളിയാണ് പറയുന്നത് ഈ വീട്ടിൽ ഒരാൾ വെള്ളം വേണം എന്ന് പറഞ്ഞത്. പക്ഷെ പുള്ളിയുടെ ഒറ്റ ഇതുകൊണ്ടാണ്, ആ പുള്ളിയാണ് യഥാർത്ഥത്തിൽ ഇത്. ഇല്ലെങ്കിൽ ഈ മൈക്കിന്റെ സൗണ്ട് കൊണ്ടോ ഇതൊന്നും ആരും അയൽവക്കത്തുകാർക്ക് പോലും കേൾക്കാൻ പറ്റില്ല. കാരണം ഉത്സവം നടക്കുന്നത് കൊണ്ട് കേൾക്കാൻ പറ്റില്ല. ഞങ്ങളിവിടെ വന്ന് ഞാനും തങ്കപ്പ സഖാവുമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേനും ഈ അമ്മ കിടന്ന് വെള്ളം വേണമെന്ന് വിളിച്ച് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 വാർഡിലെ മെമ്പർ, ഇളമാട് വാർഡിലെയും എടത്തറപ്പാട വാർഡിലെയും തേവന്നൂർ വാർഡിലെ മെമ്പർമാരെ വിളിച്ചു വരുത്തി. അവർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടാണ് പോലീസ് വന്നിട്ട് സംഭവം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ട്രൂത്ത് വിഷൻ ന്യൂസ്, ആയൂർ.